ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കാനായി ഗവൺമെൻറ് മുന്നോട്ട് വരണം. അതാണ് ഈ കേസിനകത്ത് ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെയും നിരപരാധികളെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ്. ഏതായാലും കേരളത്തിൻ്റെ സിനിമാ രംഗത്ത് ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അന്തിമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജിത്തിനുണ്ട്. അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത്. അദ്ദേഹം ഇപ്പം സർക്കാരിൻ്റെ ഒരു സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല. ഒരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.